ഇത് യുദ്ധം കനക്കുമ്പോൾ ഇറാനിൽ വലിയ പ്രതിഷേധം ശക്തമാണ്. നമുക്കറിയാം, ഈ വിലാപയാത്രകളിലൊക്കെ ഈ നെതന്യാഹുവിനെ കൊല്ലണം അല്ലെങ്കിൽ ട്രംപിനെ കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിയത്. പക്ഷെ അത് വിലാപയാത്ര കഴിഞ്ഞു, കബറടക്കം കഴിഞ്ഞിട്ടും ആ ഒരു കാര്യം മാറിയിട്ടില്ല. ഇപ്പോൾ ടെഹ്റാനിലെ ഒരു ചുവർ ചിത്രം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് ശവപ്പെട്ടിയിൽ കിടക്കുന്നത്, കണ്ണുമടച്ച് ഒരു റെഡ് ടൈ ഒക്കെ ഇട്ട് മരിച്ച്, അതെ, ഔപചാരികമായിട്ട് മരിച്ചു എന്നുള്ളൊരു രീതിയിലാണ് ആ ചിത്രമുള്ളത്. ആ ചിത്രത്തിന്റെ ഒരു രീതി അനുസരിച്ച് ഇനി എന്തായിരിക്കും ഇറാൻ ജനതയും ഇറാനും ഒരുപക്ഷെ നടത്താൻ പോകുക? ഈ മരണം ട്രംപിന്റെയും നെതന്യാഹുവിന്റെ അടുത്തോ? അത് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും മരണമെടുത്തോ എന്നുള്ളത് പറയാൻ നമ്മുടെ ആളുകളല്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, അതിനുള്ള സാധ്യത, അതായത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം 6-ാം ദിവസമാണ് യുദ്ധം. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ യുദ്ധവാർത്തകൾ തന്നെ അനലൈസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ പതിവിന് വിപരീതമായിട്ട് ഇറാൻ കുറച്ച് ബാക്ക്വേർഡ് കളിക്കുന്നുണ്ട്. അതായത് കാം ബിഫോർ ദ സ്റ്റോം എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതായത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. ഇറാൻ എപ്പോഴും അങ്ങനെ ഒരു ശാന്തത കീപ്പ് ചെയ്തിട്ടുള്ളൊരു രാജ്യമാണ്. എപ്പോഴൊക്കെ യുദ്ധമോ യുദ്ധ സാഹചര്യങ്ങളോ ഉണ്ടായാലും ഒരു ചെറിയ ഗ്യാപ്പ് അവരിടും. അതായത് ഇപ്പം ഇതിനു മുമ്പ്, ഇപ്പം ഈ ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിന് മുമ്പ് അമേരിക്ക ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനിലേക്ക് ആക്രമിച്ചു. ആ ആക്രമണം നടക്കുന്നു, ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ആണവ ശേഖരം തകർത്തു, ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ 24 മണിക്കൂർ ഇറാൻ കാര്യമായി അതേക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ല. അതിനുശേഷം തുടർച്ചയായിട്ടൊരു 13 ദിവസം ഗൾഫ് മേഖലയിലേക്കും ഇസ്രായേലിലേക്കും തലങ്ങും വിലങ്ങും അടിയായിരുന്നു. മെയിനായിട്ട് ഇസ്രായേൽ ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചെറിയൊരു ആക്രമണത്തിലേക്ക് വന്നത്. അപ്പം ആ ആക്രമണങ്ങൾ അതിശക്തമായതോടെ ഇസ്രായേലും അമേരിക്കയും സാഷ്ടാംഗം പ്രണമിച്ച് ഞങ്ങൾ ഒരു വെടിനിർത്തൽ കരാർ എന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടുപോയി. അതിനുശേഷം ഈ ഫെബ്രുവരി 28 ആദ്യം അമേരിക്ക ഇറാനിലേക്ക് ആക്രമണം നടത്തി ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചു. വളരെ വേഗത്തിലുള്ള നീക്കങ്ങളായിരുന്നു. അപ്പൊ ട്രംപ് പറഞ്ഞത് മണിക്കൂറുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം തീരും, ഇറാനിൽ ഭരണമാറ്റം വരും, പരിപാടി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇറാൻ ഒന്നും മിണ്ടിയില്ല, വളരെ ശാന്തമായിട്ടിരുന്നു. ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും ഒരു രൂപം ഉണ്ടായിരുന്നില്ല. പൊടുന്നനെ ഇറാൻ തിരിച്ചടിക്കുകയാണ്. അത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, ഇസ്രായേലിന്റെ ഭൂമിക്കുള്ളിലേക്ക് പലയിടത്തേക്കും മാരകമായ ആക്രമണം. അപ്പൊ ഇത് ഇറാനെ സംബന്ധിച്ച് ഇറാൻ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞിട്ടേ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഹോർമൂസ് അടയ്ക്കും എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയാൽ ഹോർമൂസ് ഞങ്ങൾ അടയ്ക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഈ യുദ്ധം ഞങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ മേഖലാ യുദ്ധമായി ഇത് മാറ്റും കേട്ടോ എന്ന് പറഞ്ഞു. അതും ചെയ്തു. അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ ഇറാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അത് ഇറാന്റെ ഒരു രീതിയാണ്. ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വയ്ക്കുക. ഒന്ന്, കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത, വേണമെങ്കിൽ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് പറയുന്നത് പോലെ. പിന്നെ രണ്ട്, ഈ പറയുന്ന അറ്റാക്ക് പറഞ്ഞിട്ട് അവർ ചെയ്യും. ഇത് ഈ ചിത്രം വന്നിരിക്കുന്ന ഇൻക്വിലാബ് സ്ക്വയർ എന്ന് പറയുന്ന ടെഹ്റാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടനാഴിയാണ്. അപ്പോൾ അവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ചിത്രങ്ങൾ, ഒന്ന് ഈ അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ഇറാൻ മിസൈലുകൾ പ്രയോഗിക്കുന്ന ഒരു ചിത്രമാണ് ഇതിനു മുമ്പ് വന്നത്. അത് അതുപോലെ ഇറാൻ ചെയ്തിട്ടുണ്ട്. ഹോർമസിലേക്ക് വന്ന അമേരിക്കയുടെ പടക്കപ്പലുകളെയൊക്കെ ആക്രമിച്ച് ഇവിടുന്ന് തുരത്തിയിട്ടുണ്ട്. അപ്പൊ തൊട്ട് മുന്നുള്ള ഉദാഹരണം നോക്കിയാൽ മതി. ഇവിടെ ചിത്രം വന്നാൽ അതിന്റെ അർത്ഥം അതിനു വേണ്ടിയിട്ടുള്ള പണി നമ്മൾ തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നെതന്യാഹുവും ട്രംപും ഭയക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇറാനിൽ നിന്നിപ്പോൾ മിസൈൽ അയച്ച് ട്രംപ് ഇരിക്കുന്ന വൈറ്റ് ഹൗസോ അല്ലെങ്കിൽ ട്രംപിന്റെ വസതിയോ തകർക്കുമെന്നല്ല അതിന്റെ അർത്ഥം. കാരണം ഇറാനിൽ നിന്ന് ആകാശ ദൂരം നോക്കുകയാണെങ്കിലും 4500 കിലോമീറ്ററിന് മേലെ ദൂരമുണ്ട്. അപ്പോൾ ഒരിക്കലും ഇറാന് അത്രയും ദൂരം എത്തി ഒരുപാട് രാജ്യങ്ങളിലൂടെ കടന്ന് അമേരിക്കയിൽ എത്തുന്ന ഒരു മിസൈൽ ആക്രമണം നടത്തുക എന്നുള്ളത് അപ്രായോഗികമാണ്. പക്ഷേ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ, ഇറാന് വേണ്ടി പ്രവർത്തിക്കുന്ന ചാവേറുകൾ, ഇറാന്റെ ചാരന്മാര്, അത് ഇസ്രായേൽ പോലും ഉണ്ട്, ലോകത്തെമ്പാടും ഉണ്ട്. ഇപ്പൊ പലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേലിൽ നിന്ന് ഇറാനിയൻ ചാരന്മാരെ പിടിച്ചിട്ടുണ്ടെന്നേ. ഇറാന് വിവരങ്ങൾ ചോർത്തി കൊടുത്തതിന്റെ പേരിൽ പലതരത്തിൽ പല ഘട്ടങ്ങളിൽ ചാരന്മാരെ പിടിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ നിന്ന്. ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ എങ്ങനെയാണ് ഹിസ്ബുള്ളയുടെ കയ്യിൽ വരുന്നത്? ഹിസ്ബുള്ള ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ ഏറ്റവും ഗൗരവതരമായി മൂടി വെച്ചിട്ടുള്ള പല രഹസ്യങ്ങളും ഹിസ്ബുള്ള എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സംഭവിക്കുന്നത്?
അപ്പൊ അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഇറാനോടുള്ള ഭക്തി അല്ലെങ്കിൽ ആയത്തുള്ള അലി ഖാംനെയുടെ രക്തത്തോടുള്ള പ്രതികാരം എന്ന് പറയുന്നത് കേവലം ഇറാനുള്ളിൽ നിൽക്കുന്ന ഒരു വിഷയമല്ല. പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖാംനെ എന്ന് പറഞ്ഞാൽ മുജ്തബ ഖാംനെയുടെ പിതാവാണ് എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. പ്രാഥമികമായി അദ്ദേഹം ഇറാന്റെ പരമാധികാരിയാണ്, പരമോന്നത നേതാവായിരുന്നു എന്നതും അല്ല, അതിനും മേലൊരു പദവിയുണ്ട്. ലോകത്തുള്ള ഷിയ മുസ്ലിങ്ങളുടെ മുഴുവൻ പരമോന്നത ആത്മീയ ആചാര്യനാണ് അദ്ദേഹം. അതായത് ലോകരാജ്യങ്ങളിൽ മുഴുവനുള്ള ഷിയ വിഭാഗക്കാരുടെ ആധ്യാത്മിക ഗുരുവാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രൈം ലീഡറാണ്. ഈ ഷിയ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഭാഗമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം മുജ്തബ ഖാംനെയി രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കണമെന്ന് പറയുകയും ഇസ്രായേൽ ഇന്റലിജൻസ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും പേരൊക്കെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടായി ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യുകയും ഇറാൻ പ്രതികാരത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ യുദ്ധതന്ത്രം ഒരുക്കുന്നു എന്ന നിലയിൽ ചില വിലയിരുത്തലുകൾ, ഇപ്പോഴത്തെ നിശബ്ദത കണ്ടുകൊണ്ട് അത്തരത്തിലൊരു വിലയിരുത്തലുകൾ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ശക്തമായ എന്തോ ഒന്ന് ഇറാൻ പദ്ധതി ഇടുന്നുണ്ട് എന്ന് വേണം ഒരർത്ഥത്തിൽ മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി പറയാം, ഒരർത്ഥത്തിൽ മനസ്സിലാക്കാം. ഇനി അല്ലെങ്കിൽ ഇറാന്റെ അടപ്പൊളകിയിട്ടുണ്ട്. ഇറാന്റെ മുഴുവൻ സൈനിക കേന്ദ്രങ്ങളും ഈ പറയുന്ന യുദ്ധ സാമഗ്രികളുടെ ബാക്കപ്പും തകർക്കുന്ന വിധത്തിലേക്ക് എന്തോ ഒരു അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. അതിൽ ഞാൻ കരുതുന്നത് ഇറാൻ എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഒരു അങ്കലാപ്പും ആശങ്കയും എതിരാളികൾക്ക് നൽകിക്കൊണ്ട് എന്തുകൊണ്ട് ഇറാൻ തിരിച്ചടിക്കുന്നില്ല, എന്താണ് സംഭവിച്ചത് എന്ന് എതിരാളികൾ സംശയിച്ചു നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി മറുവശത്ത് നിന്ന് റെഡി കൊടുക്കാനുള്ള നീക്കമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പറയുന്നത് പോലെ ഒരുപക്ഷെ ഈ പതുങ്ങിയിരിക്കുന്നത് വലിയൊരു ആക്രമണത്തിന് വരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കേണ്ട, ഈ അമേരിക്കയുടെ സുരക്ഷയെ പറ്റിയിട്ടാണ്. കാരണം അമേരിക്ക അല്ലെങ്കിൽ ട്രംപിന്റെ മകന്റെ കല്യാണത്തിന് ട്രംപിന് ആ കല്യാണം കൂടാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അത്രയും പ്രഹരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ചാരന്മാരും സുരക്ഷാ ഭീഷണി ഉണ്ടായിരുന്നു, ചാരന്മാരുണ്ടായിരുന്നു, ഈ വൈറ്റ് ഹൗസിനകത്ത് വന്നിട്ട് വെടിയുതിർക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ ഈ അദ്ദേഹത്തിന്റെ കസേര ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുക. കാരണം ഈ നവംബറിൽ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ നിലവിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഒരു ഭീഷണി എന്ന് പറയുന്നത് വീട്ടുമുറ്റത്ത് വന്നു നിൽക്കുന്ന രീതിയിലാണ്. അപ്പം കസേര ഒഴിഞ്ഞ ഒരു സാധാരണ വ്യക്തിയെ പോലെ അദ്ദേഹം പുറത്തിറങ്ങുകയാണെങ്കിൽ എത്രത്തോളം ആയിരിക്കും. ഇപ്പോ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തെ ഞങ്ങൾ വധിക്കൂ എന്നൊന്നും ഇറാൻ പറഞ്ഞിട്ടില്ല, ട്രംപിനെ വധിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഇലക്ഷൻ വരുന്നതും കൂടി ഇറാൻ നോക്കി കാണുന്നുണ്ടോ? അല്ല, ഇത് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം രണ്ടിടത്തും തെരഞ്ഞെടുപ്പാണ്. ഇപ്പം അമേരിക്കയിൽ ഈ പറയുന്ന ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ അതിനെ പരിഗണിച്ചാൽ മതി. പക്ഷെ അതിൽ തോറ്റാൽ ധാർമ്മികമായി തുടരാൻ ട്രംപിന് അധികാരം ഉണ്ടാകില്ല. പക്ഷേ ഇസ്രായേലിൽ നടക്കുന്നത് വർഷങ്ങളുടെ മുറവിളിക്കൊടുവിൽ നടക്കുന്ന നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളാണ് വാർത്ത പുറത്തുവിട്ടത്, ഹാരറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു മാധ്യമം, അത് അറബ് മാധ്യമമാണ്, വിദേശ മാധ്യമം ഹാരറ്റ്സ് ആണ് അത് പുറത്തുവിട്ടത് ആ വാർത്ത. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടുത്തെ ഷിൻബിറ്റ് സുരക്ഷ എന്ന് പറയുന്ന ഒരു കൂടിയ ഇനം ഇന്റേണൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ സുരക്ഷയുണ്ട്. ആ പ്രധാനമന്ത്രിക്കും കുടുംബത്തിനും നൽകുന്ന സുരക്ഷയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് താൻ പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞാലും അടുത്ത 5 വർഷത്തേക്ക് കൂടി തനിക്ക് ആ സുരക്ഷ, തനിക്കല്ല തനിക്കും എന്നുള്ളത് പോട്ടെ, ഭാര്യയ്ക്കും കുട്ടികൾക്കും 2 മക്കൾക്കും ഈ സുരക്ഷ നീട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളിൽ മുഴുകിയിരിക്കുകയാണ്. അതിനുവേണ്ടി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് എന്നൊരു വാർത്ത ഹാരറ്റ്സ് പുറത്തുവിട്ടിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തിനു വേണ്ടിയാണ് നെതന്യാഹു ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? കാരണം ഏറ്റവും കൂടുതൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി തുടർച്ചയായിട്ടിരുന്നിട്ടുള്ള ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ജൂതന്മാർക്ക് ഉറങ്ങാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ജൂതന്മാർ വീണ്ടും തെരഞ്ഞെടുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് തോന്നാം. പക്ഷെ അവിടെ വലിയൊരു അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അത് നെതന്യാഹുവിനെ വലിച്ചു താഴെയിടുക എന്നുള്ളതാണ്. അത് പ്രതിപക്ഷവും അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവരും ചേർന്ന് നടത്തുന്ന ഒരു ഓപ്പറേഷൻ ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നെതന്യാഹുവിനും ഏതാണ്ട് മനസ്സിലായി താൻ അധികകാലം ഈ കസേരയിൽ ഉണ്ടാകില്ല. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി പദം പോയാലും എൻ്റെ കുടുംബത്തെ നോക്കിക്കോണം. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ചില സിനിമകളിലൊക്കെ ഇമോഷണൽ ആയിട്ടുള്ള സീൻ കാണില്ലേ, ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തെ നിങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ അനിയനോട് പറയുന്ന സീനൊക്കെ നമ്മൾ കാണാറുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ ആശാൻ പറയുകയാണ്, സർക്കാരിനെ ഏൽപ്പിക്കുകയാണ്, ഞാൻ പോവാണ്, മത്തായി ഇതാ വരുന്നേ, എൻ്റെ ഭാര്യനെയും മക്കളെ നോക്കിക്കോ എന്ന രീതിയിൽ ആശാൻ കിടന്ന് ഓടുകയാണ്. അത് സ്വാഭാവികമായിട്ടും എവിടെ നിന്നിരുന്ന ആളാണ്
പലസ്തീനിലെ 60,000 കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂട്ടക്കുരുതി നടത്തിയ സമയത്തും ആ രാജ്യത്തെ മുഴുവനായി ഇല്ലാതാക്കി തകർത്ത് തരിപ്പണമാക്കുന്ന അവസരത്തിലുമൊക്കെ ആളുകളുടെ മരണവും നിലവിളിയും ചോരയും കരച്ചിലും ഒക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണാധികാരി ഒടുവിൽ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഭരണകൂടത്തോട് കെഞ്ചുകയാണ്. അതായത് ഞാൻ ആ സ്ഥാനത്ത് ഉണ്ടാകുമോ, എവിടെയായിരിക്കും പോലും എനിക്ക് ഉറപ്പില്ല എന്നാണ് അദ്ദേഹം പറയുന്നതിന്റെ അടിസ്ഥാനം. കാരണം ജയിലിലേക്ക് പോകാനായിട്ടുള്ള എല്ലാ വഴികളും ഒരുക്കിയിട്ടുണ്ട് അവിടെ. അപ്പൊ സ്വാഭാവികമായിട്ട് നെതന്യാഹു ജയിലിലേക്ക് പോയാൽ ഒരു രാജ്യത്തിന്റെ ജയിലിനുള്ളിൽ കഴിയുന്ന ഒരാളെ വധിക്കാൻ പുറത്തു നിന്നുള്ള ഒരു ഏജൻസിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാവേറുകൾക്കോ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ അതിന് നെതന്യാഹുവിനോട് പകവീട്ടാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് നെതന്യാഹു മുൻകൂട്ടി കാണുന്നത്. ഇപ്പൊ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത് ഇറാൻ പറയുന്ന ആളുകളെ മുഴുവൻ, പ്രവചിച്ച ആളുകളെ മുഴുവൻ കൊല്ലുന്ന രാജ്യമാണ്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ ഇറാൻ ഇത്തവണ വളരെ സീരിയസ് ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അവരത് എപ്പോഴും പറയുകയും എപ്പോഴും പല ആവർത്തി അത് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ചെയ്ത് കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇറാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാൻ അത് ചെയ്യാനുള്ള സാധ്യത നെതന്യാഹുവും തള്ളിക്കളയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വഴി. അപ്പൊ രേഷ്മ ചോദിച്ചത് ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ സാധ്യതയുണ്ട്, അറ്റംപ്റ്റിന് സാധ്യതയുണ്ട്. അത് നെതന്യാഹുവിന് നേരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നെതന്യാഹുവിന് തന്നെ ഏറെക്കുറെ ഉറപ്പ് വന്നുകൊണ്ടാണ് ആശാൻ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. ഇനി ട്രംപിന്റെ കാര്യത്തിൽ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ പ്രതികാരം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന് ഭീതി കൂടുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഹിതപരിശോധന നടക്കുമ്പോൾ എങ്ങാനും പിന്തുണ കിട്ടിയില്ലെങ്കിൽ അണ്ണനാപ്പരാവും. അപ്പൊ അതുകൊണ്ട് ഇപ്പം നല്ല തിരിച്ചടിയും കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ സെനറ്റിലും കോൺഗ്രസിലും ഒക്കെ തിരിച്ചടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിനെ സംബന്ധിച്ച് ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മുമ്പ് നെതന്യാഹു ചെയ്തതുപോലെ യുദ്ധം കത്തിച്ചു നിർത്തുക. അതുമായി ബന്ധപ്പെട്ട അതിൽ താൻ അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ലോകത്തിന് വേണ്ടി ഒരു സൽക്കർമ്മം എന്ന നിലയിലാണ് ഈ യുദ്ധം ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ യുദ്ധം കത്തിച്ചു നിർത്തുക. എന്നിട്ട് ഇറാൻ ലോകത്തിന് ഭീഷണിയാണ്, ആ ഭീഷണി ഇല്ലാതാക്കാൻ ഒരേ ഒരാൾ ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നതെന്ന പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഇറാന് ട്രംപിനോടുള്ള പ്രതികാരം കൂടുകയുള്ളൂ. അത് ട്രംപിന്റെ ജീവനെയോ നിലനിൽപ്പിനെയോ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിനെതിരായിട്ടുള്ള ഈ വെല്ലുവിളി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇറാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു നീക്കം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനെ ഒരിക്കലും ചെറുതായി കാണുന്നില്ല, ഒരിക്കലും തള്ളിക്കളയുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാൻ അങ്ങനെ ആർക്കെങ്കിലും സാധിക്കുമോ എന്നൊക്കെ ആർക്കെങ്കിലും ചോദിക്കാം. പക്ഷെ 4 അമേരിക്കൻ പ്രസിഡന്റുമാരെ അടിച്ചു കളഞ്ഞിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട്. ട്രംപിന് നേരെ വധശ്രമം നടന്നിട്ടുണ്ട്. അപ്പോ അമേരിക്കൻ പ്രസിഡന്റ് ആയി ഇന്ത്യയിൽ പോലും അല്ല, അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മള് ഒരിക്കലും എന്താ പറയാ, ഒരു അമേരിക്കയുടെ പ്രധാനമന്ത്രി ശ്രമിക്കണം, അമേരിക്കയുടെ പ്രസിഡന്റ് ആണ് എന്നുള്ളത് കൊണ്ട് വധിക്കപ്പെടില്ല, ഒരു രാജ്യത്തിന്റെ തലവനാണെന്നുള്ളതുകൊണ്ട് വധിക്കപ്പെടില്ല എന്ന് പറയാൻ പറ്റില്ല. രേഷ്മ നേരത്തെ പറഞ്ഞു രാജീവ് ഗാന്ധി വധമുണ്ടായത് എങ്ങനെയായിരുന്നു നമുക്കറിയാം. അദ്ദേഹത്തിന് നേരെ അതിനു മുമ്പ് വധശ്രമം ഉണ്ടായിരുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചിരുന്നു, അദ്ദേഹം രക്ഷപ്പെട്ടു. ത്രെട്ട് നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം പോയി അവിടെ വെച്ച് വധിക്കപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും പല നേതാക്കളും അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇതിനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇത് ഒരു പക്ഷേ അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ ഇറാൻ സ്വീകരിക്കുന്ന നയത്തിന്റെ ഭാഗവുമായിരിക്കും. അതായത് ഇപ്പോൾ ട്രംപ് സ്വീകരിക്കുന്ന നയം എന്താണ്? ഇറാനെ ഭയപ്പെടുത്തുന്നു, ഇറാന്റെ ഗ്രാമീണ മേഖലയിൽ തകർക്കുന്നു, ജലവൈദ്യുത പദ്ധതി തകർക്കുന്നു, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നു, ഇറാനിലെ റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ അവിടുത്തെ ജനങ്ങളെ ഞെരുക്കുകയാണ് ശരിക്കും ട്രംപ് ചെയ്യുന്നത്. ആ ട്രംപിനെ ഞെരുക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിമാനത്തിൽ പോകാൻ അദ്ദേഹം ഭയക്കും. ഇന്റലിജൻസ് റിപ്പോർട്ട് വരും, എവിടെയെങ്കിലും അസ്വാഭാവികമായിട്ട് ഒച്ച കേട്ടാൽ പോലും പേടിക്കും. അങ്ങനെ സ്വന്തം ജീവനെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരാളായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു ദുരന്തം വേറെയില്ല. അപ്പം നിമിഷവും മരിച്ചുകൊണ്ടിരിക്കും. അതെ, ഇറാനിലെ ജനങ്ങളെ അങ്ങനെയാണ് ട്രംപ് ട്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മേലെ വലിയ ബോംബുകൾ വീഴും, നിങ്ങളുടെ ജലവൈദ്യുത പദ്ധതികൾ തകർക്കും, നിങ്ങളുടെ വൈദ്യുതി ഞാൻ കട്ട് ചെയ്യും, നിങ്ങളുടെ റോഡും പാലവും കെട്ടിടവും ഒക്കെ ഞാൻ തകർത്ത് കളയും, നിങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഇല്ലാതാക്കും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? ഏത് നിമിഷവും അമേരിക്കയുടെ ഒരു ഭീഷണി ഉണ്ടാകുമെന്ന് ഭയന്ന് ഇറാൻ അങ്ങോട്ട് പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്നാ ചെക്ക് താൻ വെച്ചോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ട്രംപിന്റെ മണ്ടയ്ക്ക് വയ്ക്കുകയാണ് ഇറാൻ. ഇവിടെ ജനങ്ങൾ മരിക്കുമോ എന്നുള്ള ഭീഷണിയിൽ ജനങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കുമോ എന്നുള്ള ഭീഷണിയിൽ നിങ്ങളും ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് അതേ ആയുധം തിരിച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് ഇറാൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് 2 കാര്യം മനസ്സിലാക്കാം. ഒന്ന്, ഇറാൻ ഒരു തരത്തിലും ഇനി കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളതാണ്. 2, ട്രംപിന്റെ കാര്യം അല്പം അപകടത്തിലാണ് എന്നും
ഞാൻ വിലയിരുത്തുന്നു. ട്രംപിനെ വധിക്കണം അല്ലെങ്കിൽ ഇറാൻ ജയിക്കണം അങ്ങനെയൊന്നുമല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, ട്രംപിന് എന്തെങ്കിലും തരത്തിലൊരു അപായം സംഭവിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഈ യുദ്ധത്തിന്റെ തലം മാറും. ഒരു ലോക യുദ്ധത്തിലേക്ക് പോലും പോകുന്ന വിധത്തിലേക്ക്, ആണവായുധം പോലും പ്രയോഗിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പിന്നെ പിടിച്ചാൽ നിൽക്കാത്ത അവസ്ഥയിലേക്ക് മാറും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട.